Thank you, Franco. My pleasure. See you. I hope you will not forget to remember me. Hi. Hi. I'll drop you. Would you like some music? It sounds different. I know you will like it. ഇത് സെൽറ്റിക്കാണ്. ഇതിൽ ചില മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങളോ? അതെ. എനിക്ക് സുഖം തരൂ, എന്നെ സുന്ദരിയാക്കൂ എന്നൊക്കെ അർത്ഥമുള്ള ചില മന്ത്രങ്ങൾ. You are such a beautiful artist, you know. പക്ഷേ എന്റെ ലൈഫ് ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? വല്ലപ്പോഴും. ബട്ട് നോ യൂസ് അല്ലേ? എൻ്റെ കൂടെ ഒരിടം വരെ വരാമോ? ഇന്നല്ല നാളെ ഒരു പ്രത്യേകതരം പ്രാർത്ഥനയ്ക്ക്. പ്രത്യേകതരം പ്രാർത്ഥനയോ? തൻ്റെ ടെൻഷനൊക്കെ മാറും. യു വിൽ എൻജോയ് ഇറ്റ്. എല്ലാ ടെൻഷനുകളും ഇല്ലാതാവും. എല്ലാ ദുഃഖങ്ങളും മാറും. Will you come with me? Will you? Satan, praise Satan. That's it all. Let your soul rotten. Our Father, who art in hell, they will be done in heaven. Hop from your thought hands. That's it all. I have sinned. Take me. Take my body. Take my soul. ഇവൻ നിങ്ങൾക്ക് രക്തം തരും. മനുഷ്യ ശിശുവിന്റെ ജീവനൂറ്റിയ ലൂസിഫറിന് ഏറ്റവും പ്രിയപ്പെട്ട രക്തം. Drink it. Give it to her. Drink it. Drink it. Drink it. Come on. ഈശ്വരനാമത്തോടൊപ്പം നമുക്ക് എപ്പോഴും കൂട്ടുണ്ടാവേണ്ടത് ആത്മവിശ്വാസമാണ്, അല്ലേ? നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഏത് ലക്ഷ്യവും നേടാം. അവനവനിൽ വിശ്വാസമില്ലാത്തവൻ വഴിതെറ്റും. അതുകൊണ്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആത്മവിശ്വാസമുണ്ടാകാൻ, അത് വർദ്ധിച്ചു വരുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നന്നായി വരട്ടെ. ശരി. എന്താണ് നോക്കിയത്? വേഗം കയറ്റ്. വേഗം ഇതും എടുത്തോ. അങ്ങോട്ട്. സാരമില്ലെന്നേ. ബൈ ഡാഡി. ബൈ ബൈ. ആ ജനക്കൂട്ടം മുഴുവനും യാത്രയ്ക്ക് വന്നതാണോ? ജനക്കൂട്ടമോ? അതെന്റെ ഫാമിലിയാ. മൈ ഡാഡ്, മോം, അങ്കിൾസ്, ആന്റ്സ്, കസിൻസ് ആൻഡ് ഓൾ. ഡേറ്റ്സ് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്പ് ചവറ് തന്നെ ശീലം എനിക്കില്ല. ഇങ്ങോട്ടിരിക്കാമോ? ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ട്രാവലിംഗ് സിക്നസ് ഉണ്ട്. യാത്രയിൽ ഇടയ്ക്കിടെ ഛർദി വരും. എനിക്കും അതേ അസുഖമുണ്ട്. തനിക്ക് ഇങ്ങോട്ടിരുന്നാൽ എന്താ? തനിക്ക് അവിടെ തന്നെ ഇരുന്നാലെന്താ? എനിക്ക് മനസ്സില്ല. എനിക്കും. ഇഡിയറ്റ്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഈ സീറ്റ് ഞാൻ തരില്ല. അപ്പോഴേ ഡാഡിയും വല്ലേട്ടനും ചോദിച്ചതാ, എന്തിനാ മോളെ നമുക്ക് 4 ആക്സന്റും 4 ക്വാലിസും 2 സ്കോർപിയോയും 3 മാരുതിയും പിന്നെ 3 ബെൻസും ഉള്ളപ്പോ ഈ തല്ലിപ്പൊളി ബസ്സിൽ പോണോന്ന്. കേട്ടോ ഞാൻ. ഇങ്ങനത്തെ കണ്ടുകളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അറിഞ്ഞിരുന്നെങ്കിൽ. മൂത്തവരുടെ വാക്കും മൂത്ത് നെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. 4 4 2
മൂന്നും 16 കാറ് വീട്ടിലുള്ളപ്പോ ഏതെങ്കിലും വീട്ടി ഈ ചക്കട ബസ് കയറി വരുമോ? അതും എന്നെ പോലൊരു കൺട്രിക്കൊപ്പം. വണ്ടി കൊഞ്ചം തരുന്ന നിൽക്കും. ഈ സാമ്പത്തിക നേരെ വരും. ശീഘ്രം. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് പുറത്തിറങ്ങണം. എല്ലാരും ഏറിയച്ചാ? എല്ലാരും ഏറിയച്ച്. പോലാം പോലാം. അയ്യോ, വണ്ടി പോലെ ആള് കയറാറുണ്ട്. വണ്ടി പോലെ. എല്ലാ പുതിയ വിദ്യാർത്ഥികളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അലോഷ്യസിലെ അലപലാതിയുള്ള വലയിൽ നിങ്ങൾ ആരും അകപ്പെടരുത്. നമ്മുടെ കോളേജിന്റെ ശത്രുക്കളാണ് അവർ. അവരിൽ നിന്ന് ഒരു തോൽവിയും നമുക്കുണ്ടാകരുത്. അഥവാ അവരിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു തോൽവി ഉണ്ടായാൽ ഇരട്ടിക്കിരട്ടിക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിക്കണം. എന്റെ കുട്ടികളെ, ആഗ്നസ് കോളേജിലെ പെൺകുട്ടികൾ യക്ഷികളാണ്. അവർ നിങ്ങളുടെ ചോരയൂറ്റി കുടിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള പാരയ്ക്ക് അവര് തിരിച്ചടിക്കാതിരിക്കില്ല. കുട്ടികളെ, അവർ നിങ്ങൾക്കായി അനേകം ചതിക്കുഴികൾ ഒരുക്കും. നിങ്ങൾ വീഴരുത്, കെണിവെക്കും, പെടരുത്, അടുത്തു വരും, തൊടരുത്, നോക്കും, ചിരിക്കരുത്. Attention boys and girls. Now we are passing through the famous college junction. Enjoy. Good morning. ഞാനിവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് വെച്ച് ആരും ബഹുമാനിക്കൊന്നും വേണ്ട. അവിടെ ഇരുന്നു ഇരിക്കാൻ. അപ്പോഴേക്ക് ഇരുന്നോ? സ്റ്റാൻഡപ്പ്. ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാനിവിടെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? എടാ നാഗപ്പ, ആരാടാ എന്നെ കൊണ്ട് ജയിച്ചേ? എന്നോട് പൊറുക്കണം സാറേ. ആലോചിച്ചിലെ ചെറുക്കന്മാർ എന്നെ കൊണ്ട് ജയിച്ചതാ. എന്തൊരു തോന്നിയവാസമാണ്. എന്നെ തേജോവധം ചെയ്യാനുള്ള അവമാന ശ്രമമാണ്. നമ്മൾ തോറ്റു കൊടുക്കരുത്. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്. ആരും ഒന്നും മിണ്ടാത്ത എന്താണ്? നിങ്ങളെ വീറും വാശി എവിടെ? ഈ കോളേജിന് വേണ്ടി പാരം ചോദിക്കാൻ, ഈ കോളേജിന്റെ മാനം കക്കാൻ ഒരു ഐഡിയ തരാൻ ഇവിടെ ആരുമില്ലേ? ഒരാളുണ്ട്. ആര്? നീയോ? പുതിയ സ്റ്റുഡന്റാ. അയ്യേ, പുതിയ സ്റ്റുഡന്റും ശരിയാവില്ല. ഇത് അവരുടെ 4ാമത്തെ കോളേജാണ് സർ. 4 അലമുണ്ടാക്കി വന്നതാ. അങ്ങനെ ഒരു അഡ്മിഷൻ ഞാൻ ഓർക്കുന്നില്ലല്ലോ. അവളുടെ പേരെന്താ? ശ്രീ. എന്റെ ക്ലാസ്സില് പെമ്പിള്ളേരെ ഉന്നം വെച്ച് തെറി പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ആദ്യത്തെ കോളേജില്. ഒരു ദിവസം എന്തോ വഷളത്തരം പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് ചെന്ന് മർമ്മം നോക്കി ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ ആ കോളേജ് വിട്ടു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി കിന്നാരം പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു 2ാമത്തെ കോളേജില്. ഇന്റേണൽസ് അങ്ങേരുടെ കയ്യിലായതുകൊണ്ട് ഞാനും കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് ഒതുങ്ങി നിന്നു. എത്രയാന്ന് വെച്ചാ സഹിക്കുക അല്ലേ? ഒരു ദിവസം നടു റോഡിൽ വെച്ച് ചെറിയൊരു ചെരുപ്പുമാല അണിയിച്ചു. അതോടെ അവിടവും വിട്ടു. 3ാമത്തെ കോളേജില് സ്ഥിരമായിട്ട് എന്നെ കമന്റ് അടിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ. ആണത്ത് ഒട്ടുമില്ലാത്തൊരു കോന്തം കൊണാപ്പൻ. ഒരു ദിവസം ഞാൻ അവന്റെ ബൈക്കിന്റെ പുകക്കുഴല് ഒരു നാരങ്ങ തിരികെ വെച്ചു. പാവം നടു ഒടിഞ്ഞ ആശുപത്രിയിലായി. അങ്ങനെ 3ാമത്തെ കോളേജും വിട്ടു. അത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിന്നെ പോലെ ആണത്വമുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഈ കോളേജിന് ആവശ്യം. എല്ലാ പെൺകുട്ടികൾക്കും കുറച്ച് ആണത്തം ഇക്കാലത്ത് ആവശ്യമാണ് സർ. സാറിനെ വിളിച്ചത് ഇന്ന് ഈ കോളേജിൽ സംഭവിച്ചതിന് പ്രതികാരമായിട്ട് സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? വഴിയുണ്ട് സർ. പക്ഷേ പക്ഷേ കുറച്ച് ചെലവുണ്ട്. ക്യാഷ് ഈസ് നോട്ട് എ പ്രോബ്ലം.
നിക്കണവിടെ. പേരെന്താടാ? ദിനേശ്. ബീഡി. നീ വലിക്കോ? ഇല്ല. കുടിക്കോ? ഇല്ല. കൊച്ചു പുസ്തകം വായിക്കോ? അതെന്താ? എടാ, ഈ വക ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നീയൊക്കെ ഈ കോളേജിനൊരു അപമാനാണല്ലോടാ. ഊരാ ഷർട്ട്. ഷർട്ട് ഊരടാ. ഇന്നു മുതൽ നിന്റെ പേര് ദിനേഷ് ഷർട്ടൂരാൻ. പേരെന്താ? ദിനേഷ് ഷർട്ടൂരാൻ. Morning. Sit down. Welcome to King Aloysius College. ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ജീവിതത്തിലെ മറ്റെല്ലാ ഫസ്റ്റ് ഡേകളും പോലെ പ്രധാനപ്പെട്ട ഒരു ദിവസം. പുതിയൊരു ലോകം, പുതിയ സുഹൃത്തുക്കൾ, പുതിയ അറിവുകൾ, അങ്ങനെ പുതിയതെന്തിനേയും സ്വന്തമാക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമുക്ക് ഉപകരിക്കാത്ത എല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളയണം. അതുവഴി നിങ്ങൾ സ്വയം കണ്ടെത്തും നിങ്ങൾ ആരാണെന്ന്, ആരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന്, ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നൊക്കെ. അയ്യോ, അവൻ നമ്മുടെ ആൾക്കാരെ ഭ്രാന്ത് പിടിച്ചോട് അടിക്കാണ്. അയ്യോ, ആരാ നിന്നെ അയച്ചത്? അപ്പുറത്തെ കോളേജിൽ ഒരു പെണ്ണ അയച്ചത്. ആര്? പേര്? ശ്രീ. ശ്രീയോ? അതേത് സ്ത്രീ? ഹായ് മാൻ. ഹായ്. ഹലോ. തന്റെ ചെങ്കുട്ടിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തൊരടിയായിരുന്നു. തന്റെ പേര് ഓർമ്മയില്ല. അത് എനിക്ക് ഓർമ്മയില്ല. അതെന്താ സ്വന്തം പേര് ഓർമ്മയില്ല? ശരിക്കുള്ള പേര് ഓർമ്മയേ ഇല്ല. എല്ലാവരും വിളിക്കുന്നത് മാർക്കോ പോളോ. മാർക്കോ പോളോ, നല്ല പേര്. താങ്ക്സ്. ഇതെങ്ങനെ കിട്ടി? ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും. യഥാർത്ഥ മാർക്കോ പോളോ ഒരു ലോകം ചുറ്റിയായിരുന്നല്ലോ. ബൈ ദ വേ, ഇത് വൈൽഡ് ട്യൂൺസ് ഗാങ്. And we are selecting you as our leader. Okay. Welcome Dinesh. Thanks. Just a minute. Freeze. ഇവനാരടാ? കാമദേവനോ? ഔട്ട്സൈഡറാ. ഗേറ്റ് മാറി കയറിയതായിരിക്കും ആള് കളിക്കാൻ. ട്യൂൺസിലെ പെണ്ണുങ്ങളെ വായിലൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ? എങ്ങനെ എങ്ങനെയാ? ഞാൻ ഈ കോളേജിലെ പുതിയ സ്റ്റുഡന്റ്. ഷർട്ടൂരടാ, ഷർട്ടൂരാൻ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി. ഓക്കെ സോറി. ഹോൾഡ്. ലുക്ക് ഹീറോ. ഇവന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഫ്രാൻസിസ് സേവിയോ. ഫ്രാങ്കോ എന്നാണ് ഇവനെ വീട്ടിൽ വിളിക്കുന്നത്. ഇവന്റെ പേരൻസ് എപ്പോഴാണ് ഇനി ഇന്ത്യയിൽ വരുന്നത്? അറിയില്ല മാഡം. 2 മാസം മുൻപാണ് അവർ ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയത്. ഡേവിഡ് ആൻഡ്രൂസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാൾക്ക് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് മാഡം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനായതുകൊണ്ടാണ്. വെൽക്കം ഫ്രാങ്കോ.